നയപ്രഖ്യാപനം കരട് അംഗീകരിച്ച സംസ്ഥാന മന്ത്രിസഭാ യോഗം നയപ്രഖ്യാപന പ്രസംഗം ഗവർണർക്ക് കൈമാറും. അതേസമയം ഗവർണർ വിയോജിപ്പ് രേഖപ്പെടുത്തുമോ എന്നാണ് മന്ത്രിസഭയുടെ ആശങ്ക. എം.കെ. വിനോദ് വിശദാംശങ്ങൾ നൽകുന്നതിനായി. വിനോദ, നയപ്രഖ്യാപനത്തിന്റെ കരടിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഗവർണർക്കെതിരായ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ, അതായത് കേന്ദ്രം കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്നു എന്ന പ്രചരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇടത് പക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത് നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം ഗവർണറുടെ നിലപാട് എന്താകുമെന്നുള്ളതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. തീർച്ചയായും വിഷ്ണു ശർമ്മ, നമ്മൾക്കറിയാം ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക. അതാണ് നിലവിലുള്ള ചട്ടം. അതിന് ഗവർണർ നടത്തുന്ന നയപ്രഖ്യാപനം തയ്യാറാക്കി നൽകുന്നത് സംസ്ഥാന മന്ത്രിസഭയാണ്. അതിൻ്റെ കരടിനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇനി ഇത് താമസിയാതെ തന്നെ ഉടൻ തന്നെ ഇത് രാജ്ഭവന് കൈമാറും. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ ഈ മന്ത്രിസഭ അംഗീകരിച്ച് നൽകുന്ന ഈ നയപ്രഖ്യാപനം അതേ നിലയിൽ ഗവർണർ വായിക്കുമോ എന്നുള്ളതാണ്. നയപ്രഖ്യാപനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഗവർണർ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. പലപ്പോഴും ഇടതുപക്ഷ സർക്കാർ നയപ്രഖ്യാപനം നടത്തുമ്പോൾ അതിൽ സ്വാഭാവികമായും നിലവിൽ ഉള്ള കേന്ദ്ര സർക്കാർ, അതായത് BJP സർക്കാരിനെതിരായുള്ള പരാമർശങ്ങൾ അതിലുണ്ടാവും. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ കേരളത്തെ മനഃപൂർവ്വം സാമ്പത്തികമായി ഞെരുക്കുന്നു, കേരളത്തിന് വേണ്ട സഹായങ്ങൾ നൽകുന്നില്ല തുടങ്ങിയ കുറ്റപ്പെടുത്തലുകൾ അവർ ഉൾപ്പെടുത്താനാണ് സാധ്യത. പക്ഷേ ഗവർണർ ഇത് സമ്പൂർണ്ണമായി വായിക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഗവർണർ വിയോജിപ്പ് രേഖപ്പെടുത്തി നൽകിയാൽ പിന്നീട് എന്താകും എന്നുള്ള കാര്യം ഒക്കെ വലിയ ചർച്ചയാകുന്നതാണ്. ചിലപ്പോൾ ഗവർണർ ആ ഭാഗം വായിക്കാതെ പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വായിക്കാതെ പോയാൽ ആ ഭാഗവും അംഗീകരിച്ചതായി അത് കണക്കാക്കപ്പെടും എന്നുള്ള ഒരു ചട്ടവും നിലവിലുണ്ട്. എന്നാൽ ഗവർണർ ഇക്കാര്യത്തിൽ മറ്റു ചില ഭരണഘടനാപരമായ ചില നടപടിക്രമങ്ങൾ കൈക്കൊള്ളും എന്നുള്ള സൂചനയും രാജ്ഭവനിൽ നിന്ന് നേരത്തെ വന്നിരുന്നു. ഇങ്ങനെ ഗവർണർക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു നയപ്രഖ്യാപനമാണ് നൽകുന്നതെങ്കിൽ ഗവർണർക്ക് അക്കാര്യത്തിലുള്ള കൃത്യമായ വിയോജിപ്പ് നിയമസഭാ സ്പീക്കർക്ക് എഴുതി നൽകാം എന്നൊരു ചട്ടമുണ്ട്. അങ്ങനെ ഗവർണർ ആ വിയോജിപ്പ് എഴുതി നൽകിയാൽ ആ വിയോജന കുറിപ്പ് സഭയിൽ സ്പീക്കർ വായിക്കണം എന്നുള്ള ഒരു ചട്ടവും നിലവിലുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതെല്ലാം നടപടിക്രമങ്ങൾ ഗവർണർ കൈക്കൊള്ളും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നയപ്രഖ്യാപനത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇടതുപക്ഷ സർക്കാർ മുമ്പോട്ട് വെക്കുന്ന നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രീയപരമായ പരാമർശങ്ങളുണ്ടോ, അത് ഗവർണർ ഏത് നിലയിൽ കൈകാര്യം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടറിയണം. 25-ാം തീയതിയാണ് നയപ്രഖ്യാപനം നടത്തുന്നത്. ആ പ്രസംഗത്തിൽ ഉൾപ്പെട്ട വിവരങ്ങൾ കൂടി അറിഞ്ഞാൽ മാത്രമേ ഗവർണർ അക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യം പുറത്തു വരികയുള്ളൂ. വിഷ്ണു ശർമ്മ. അത് തന്നെയാണ്. നയപ്രഖ്യാപനത്തിൽ ഗവർണറുടെ നിലപാട് എന്താകുമെന്നുള്ളതാണ് ഇനി ഏറ്റവും നിർണായകമായ കാര്യം. കരടിന് അംഗീകാരം നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ഗവർണർ എന്ത് തീരുമാനം എടുക്കും, വിയോജനക്കുറിപ്പ് സ്പീക്കർക്ക് നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തുടർ ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എം.കെ. വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.